ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ഡ്രീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഇച്ചിരി താമസിച്ചാണ് എഴുന്നേറ്റത്. പുട്ടിന് കുഴയ്ക്കാൻ പോവാണ് കേട്ടോ. എന്നാൽ അരിപ്പൊടിയാണ് പുട്ടിന് ഉപയോഗിക്കുന്നത്. ചില ദിവസം മാളൂന് ഗോതമ്പ് ഇഷ്ടമാട്ടോ, അപ്പോൾ ഗോതമ്പ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പുട്ടിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മുട്ട വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായി നമ്മുടെ പണി. അനീഷേനും മാളും എഴുന്നേറ്റിട്ടുണ്ട്. മാളൂന് ഇന്ന് ചെറിയൊരു ജലദോഷം ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. സ്കൂളിലൊക്കെ എല്ലാവർക്കും പനിയൊക്കെയാണ്, അപ്പം അത് പകർന്നാണെന്ന് തോന്നണം. പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ബാലൻസുള്ള പൊടിയും കൂടെ വെച്ചേക്കാണ്. മുട്ടക്കറി ഏകദേശം റെഡിയായി. ഇനി മുട്ട പൊട്ടിച്ചിട്ടാൽ മതി. ഇനി മുട്ട നമുക്ക് പൊട്ടിച്ചിട്ടാൽ. ഇന്നിപ്പോൾ മുട്ട പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടോ. ഞാൻ ഉപ്പിട്ടത് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നു. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ടും കൂടെ റെഡിയായി. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടോ. നമ്മുടെ പുട്ടും മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാളു ഫ്രഷ് ആവണുള്ളൂ കേട്ടോ. അനീഷേട്ടൻ ഫ്രഷായിട്ട് വന്നിരുന്ന് ടി വി ഒക്കെ വെച്ച് ഒച്ചയിൽ പാട്ടൊക്കെ വയ്ക്കും കേട്ടോ. ഒരു ദിവസം അനീഷേട്ടൻ ഒച്ചയിൽ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചു. അപ്പോൾ അവരച്ഛനും മോളും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ കുളി ഇച്ചിരി ലേറ്റായിപ്പോയി ഇന്ന്. പിന്നെ ഇനി നമുക്ക് ലഞ്ച് പരിപാടിയിലേക്ക് പോകണം. ലഞ്ചിന് ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായത് നമ്മളിന്ന് ചിക്കൻ കറി പിന്നെ ബിരിയാണി കേട്ടോ. അപ്പോൾ ബിരിയാണി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ സവാള കരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. മാള് എൻ്റെ ഇടയിൽ വന്ന് ന്യൂട്ടലിയൊക്കെ എടുത്ത് കഴിച്ച് വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആട്ടോ. കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കഴിക്കണം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലേ. ബിരിയാണി വെന്തിട്ടുണ്ട്. ഇനി ബിരിയാണിയുടെ ഡെക്കറേഷനിലേക്ക് ഇളക്കാം നമുക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ ചിക്കനുള്ള വെന്തു തുടങ്ങി കേട്ടോ. ഈ പാത്രത്തിലേക്കാട്ടോ നമ്മൾ ബിരിയാണി ഇടുന്നത്. ചിക്കൻ വെക്കുന്നതിന് മുമ്പ് ആ എണ്ണയിൽ തന്നെ ഞാൻ ഈ ബിരിയാണിയിലേക്ക് ഇടാനുള്ള സവാള വഴറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് പാത്രത്തിലേക്ക് പകർത്തിയിട്ട് പകുതി കാഷ്യൂവും കിസ്മിസും ഒക്കെ ഒന്ന് നെയ്യിലിട്ട് വറുത്തിട്ട് ആ സവാള വഴറ്റി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനിടയിൽ നമുക്കിത് ചിക്കൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ ഒന്നിച്ചാവുമ്പോൾ രണ്ടും ഒരുപോലെ പണി തീരും. അപ്പോഴേക്കും അനീഷേട്ടൻ കുറച്ച് മോരൊക്കെ മേടിക്കാൻ പോയതാട്ടോ. മോരൊക്കെ മേടിക്കാൻ പോയിട്ട് വന്നു. വരുന്ന സമയത്ത് ഞങ്ങൾക്ക് മിഠായി മേടിച്ചിട്ട് ചോക്ലേറ്റ്, ഒരു ചോക്ലേറ്റ് ഉള്ളതെന്നാണ് ഞാൻ വിചാരിച്ചത്. 2-3 ഉണ്ട് കേട്ടോ. പിന്നെ അനീഷേട്ടൻ ഫ്രൈഡേ ഒക്കെ ഇങ്ങനെ അടുക്കളയിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ വന്ന് ഹെൽപ്പ് ചെയ്യട്ടോ. അനീഷേട്ടൻ അതൊക്കെ വലിയ ഇഷ്ടമാട്ടോ. അപ്പോൾ നമുക്കതൊരു സന്തോഷമാണല്ലോ. ഇന്നത്തെ സലാഡ് അനീഷേട്ടൻ്റെ വകയാണ് കേട്ടോ. ചിക്കൻ്റെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്കും കുറച്ച് ഡെക്കറേഷൻ കൊടുത്തു. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ പാകമായിക്കൊണ്ടിരിക്കുന്നു. ബിരിയാണി ആയതുകൊണ്ട് വലിയ ഗ്രേവിയിലല്ല കേട്ടോ ചിക്കൻ വെച്ചിരിക്കുന്നത്. ചിക്കൻ ഓക്കെ ആയിട്ടുണ്ട്, ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോഴത്തേനും ചേട്ടൻ പപ്പടമൊക്കെ വറക്കുന്നുണ്ട്. പപ്പടം വറക്കലും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ലഞ്ച് തയ്യാറായി കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ കഴിക്കാറുമായി. റെഡി ആയപ്പോഴത്തേനും കഴിക്കാനുള്ള സമയമായിട്ടോ. ഇനി എല്ലാം കൊണ്ടുപോയി വെക്കണം. ഇങ്ങനെ കുറച്ച് ഐറ്റം കൂടുതലുള്ളപ്പോൾ നമ്മൾ കൊണ്ടുപോയി വെച്ച് അവിടെ ഇരുന്ന് പതിയെ കഴിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് അവധിയാണല്ലോ, അപ്പോൾ പെട്ടെന്നൊന്നും കഴിച്ചിട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാം കൊണ്ടുപോയി ഇവിടെ വെച്ചു. ഇതപ്പം മാളുവിൻ്റെ ലബു കൂട്ടോ, പുതിയ ഐറ്റാണ്. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്.
ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോവാണ് കേട്ടോ. മാളു വന്നിട്ടില്ല കഴിക്കാനായിട്ട്. മാളു എന്തോ കുനുകുനാ പണികളിലാട്ടോ. ഈ അവധി ദിവസമൊക്കെ എന്തെങ്കിലും പെയിൻറ്റിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കൽ അങ്ങനെയൊക്കെ പണികളുണ്ട് കേട്ടോ. പിന്നെ മാളു നേരത്തെ ന്യൂട്ടെല്ലും ബ്രെഡും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വിശക്കണില്ലാന്ന് പറഞ്ഞു. വിശക്കുമ്പോൾ കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കഴിക്കാനാട്ടോ. കുഴപ്പമില്ലായിരുന്നു ബിരിയാണി. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് നമുക്കത് കുറച്ച് മധുരം കഴിക്കണ ഒരു ശീലമുണ്ട്. അത്ര നല്ല സ്വഭാവമാണെന്ന് തോന്നണില്ല, പക്ഷേ ശീലമായിപ്പോയി കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അനീഷേട്ടൻ കൊണ്ടുവന്ന് ചോക്ലേറ്റ് അങ്ങ് പൊട്ടിച്ചു. 3 ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഒരെണ്ണം അനീഷേട്ടൻ, ഒരെണ്ണം ഞാൻ, ഒരെണ്ണം ഇത് മാളൂന് വെച്ചിട്ടുണ്ട് കേട്ടോ. മിഠായി പൊട്ടിക്കണുണ്ട്. വിശപ്പില്ലെങ്കിലും ആളിങ്ങ് എത്തിക്കോളും. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് ആളിങ്ങ് എത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഒരു സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും കേട്ടോ. ഫ്രൈഡേ അങ്ങനെയാണ്. എന്നിട്ടാണ് വൈകുന്നേരം ആകുമ്പോൾ എവിടെയെങ്കിലും ഒരു ഔട്ടിങ്ങിനൊക്കെ പോകാറുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ പോകുന്നൊന്നുമില്ല. ഇന്നിപ്പോൾ മാളൂന് വലിയ സുഖമില്ലാത്ത കാരണം നമ്മൾ പോകണം ഇതുവരെയായിട്ടും തീരുമാനം എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.